ഹിന്ദു വിശ്വാസങ്ങൾ പ്രകാരം അയ്യപ്പന്റെ അച്ഛൻ തന്നെയാണ്. അത് ഹിന്ദു വിശ്വാസികൾ തീരുമാനിക്കുന്ന ശബരിമല തന്ത്രി എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ അച്ഛൻ തന്നെയാണ്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങനെയാണെങ്കിൽ ED പ്രസാദ് നമ്പൂതിരിക്ക് രേഖകൾ സഹിതം പുറത്തു വന്ന സ്ഥിതിക്ക് ED പ്രസാദ് നമ്പൂതിരിക്ക് ഇനി ശബരിമല മേൽശാന്തിയായി തുടരാൻ യോഗ്യതയുണ്ടോ? കാരണം ശബരിമല മേൽശാന്തി തന്നെയാണ് വ്യാജരേഖകൾ ഹാജരാക്കി മേൽശാന്തി നിയമനം നേടിയിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അത് ഉത്തരം പറ. ന്യൂസ് 18 ശ്രീ മഞ്ജുഷ് ശ്രീ ടോം അടക്കം പുറത്തു കൊണ്ടുവന്ന വാർത്ത വളരെ പ്രധാനമാണ്. ഭക്തരുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന, അയ്യപ്പ ഭക്തർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അതിൽ കൂടുതൽ അന്വേഷണം വേണം. കൂടുതൽ ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം മന്ത്രിയുടെയും ഒക്കെ നിലപാടറിയണം. അതായത് ചെക്ക് മേടിക്കും, 10-9 പേരുടെ നിന്ന് ചെക്ക് മേടിക്കും, എന്നിട്ട് കിട്ടിയ ആളുടെ ആ ചെക്ക് അവരുടെ കയ്യിൽ വെക്കും, ബാക്കിയെല്ലാം തിരിച്ചു കൊടുക്കും. പക്ഷെ എല്ലാരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തന്ത്രിയോ ബാക്കിയുള്ളവരോ ഒന്നും ഇതിൽ ഇൻവോൾവ് അല്ല. നീയാണല്ലോ കോടതി. ഷാബു പറയുന്നത് തന്ത്രിയും ഇൻവോൾവ് ആണെന്നാണ് അല്ലെ? ഷാബു അങ്ങനെ പറഞ്ഞു തോന്നുന്നു അല്ലേ? ഓളത്തിൽ പറയുന്നതായിരിക്കും. എന്തെങ്കിലും തെളിവുണ്ടോ? ഇത് പ്രശ്നമാവും. ഇവിടെ ഒരു യുദ്ധം തുടങ്ങാം. അച്ഛനാണ് അമ്മാനാണെന്നല്ല, ഹിന്ദു വിശ്വാസങ്ങൾ പ്രകാരം അയ്യപ്പന്റെ അച്ഛൻ തന്നെയാണ്. സത്യമാണോ? അപ്പൊ നിനക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ല? പറയടാ, വിശ്വാസമില്ല. അത് ഹിന്ദു വിശ്വാസികൾ തീരുമാനിക്കുന്ന ശബരിമല തന്ത്രി എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ അച്ഛൻ തന്നെയാണ്. അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ടായി, ഞാൻ അറിഞ്ഞില്ല. അത് അടിസ്ഥാനപരമായ ഹിന്ദു വിശ്വാസത്തെ കുറിച്ച് അറിയുന്നവർക്കറിയാം. അയ്യപ്പന്റെ മാത്രമല്ല, ഏത് അമ്പലത്തിലെ തന്ത്രിയാണോ അവിടുത്തെ പിതാവാണ്. എന്ന് തന്നെ എനിക്കും പറയാനുള്ളൂ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ? അതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. ശരി, രാഹുൽ പറയട്ടെ. അല്ല, അത് ഫ്ലോയിൽ പറഞ്ഞതല്ല എന്ന് ശ്രീ ഷാബു പറഞ്ഞു കഴിഞ്ഞു. ശരി, അല്ല രാഹുൽ പറയട്ടെ. ഇതിലും ഭേദം വല്ല പ്ലാന്റ് ആശുപത്രിയിൽ പോയി കിടക്കണതാ. ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? പറയട്ടെ രാഹുലെ, ഇതിലെ അവസാനം ദേവസ്വം ക്ലിയറൻസും ഇക്കാര്യത്തിൽ കിട്ടിയിരുന്നു കേട്ടോ ED പ്രസാദ് നമ്പൂതിരിക്ക്. അയ്യോ വേണ്ട, അല്ലാതെ എന്റെ മുറിയുന്നുണ്ട് ഈ വാചകം കേട്ടിട്ട്. നിങ്ങളും സംസാരിക്കുന്നതിന്റെ ഇരട്ടി ബഹളം വെച്ച് കാണിക്കാം. അല്ല രാഹുലെ വേണ്ട, രാഹുൽ സംസാരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. മര്യാദക്ക് കേൾക്കണം. ശരി, രാഹുൽ പറയൂ. രാഹുൽ ഇത് തിരിച്ചു കേൾക്കാനുള്ള മര്യാദ വേണം. പകുതി സത്യങ്ങൾ സംസാരിക്കരുത്. എന്റെ തലയ്ക്ക് ഭ്രാന്ത് കയറുക. എല്ലാത്തിനും വിഷം കൊടുത്ത് ഞാൻ ഈ പെരക്ക് തീ വയ്ക്കും. ഒരു മര്യാദ വേണ്ടേ? ഇത് എന്താ പറയണേ, അർദ്ധസത്യവും പകുതി സത്യവും അറിഞ്ഞിട്ടൊന്നും കാര്യങ്ങൾ ആൾക്കാർ സംസാരിക്കരുത്. ഇത് ക്ലീനപ്പ് ചെയ്യാൻ ഏറ്റവും ഇനീഷ്യേറ്റീവ് എടുത്തത് ശബരിമല മുതിർന്ന മന്ത്രിയായിരുന്ന കണ്ടൂർ മഹേശ്വരാണ്. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. അദ്ദേഹം ഹൈക്കോടതിയോട് ഒരു ഒബ്സർവർ വേണമെന്ന് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായിരുന്ന ശ്രീ G സുധാകരൻ ഇതിന് വലിയൊരു രീതിയിൽ എഫേർട്ട് എടുത്തിരുന്നു. ഇതൊക്കെ എന്ത്? അങ്ങനെ അത് കാര്യമായിട്ട് ക്ലീനപ്പ് ചെയ്തു. പരിപൂർണ കമ്മീഷൻ അടക്കം വരികയും ഈ ദേവസ്വം ബോർഡിന്റെ തെറ്റായ ഇടപെടലുകളെ ഒരുപാട് എക്സ്പോസ് ചെയ്യുകയും മറ്റും ചെയ്തു. അതുകൊണ്ട് എല്ലാരും കള്ളന്മാരാണെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. പക്ഷെ ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, ആരാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനമെടുക്കാം. ചില കള്ളന്മാരുണ്ടാവും. കണ്ടില്ലേ, 1200 കോടി രൂപയോളം അയോധ്യ രാമക്ഷേത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയവരില്ലേ? അപ്പം എല്ലാ അമ്പലങ്ങളിലും എല്ലാ തരത്തിലും ഇത്തരം പ്രശ്നമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് മനുഷ്യരുള്ള ഇടമല്ലേ, ആ മനുഷ്യരുള്ള ഇടം ക്ലീനപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് അയോധ്യയാണെങ്കിലും ശബരിമലയാണെങ്കിലും വേറെ ഏത് അമ്പലമാണെങ്കിലും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, സ്ട്രക്ചറലായി കുറെ ഇതിൽ ക്ലാരിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ മാറ്റം വേണം. എന്തൊക്കെയാണ് വേണ്ടത് എനിക്കറിയില്ല. പറയടോ. ശ്രീ പ്രസാദ് നമ്പൂതിരി ശബരിമല മേൽശാന്തി ആയിരിക്കുന്ന വ്യക്തി, അദ്ദേഹം നേരിട്ട് ഇതിൽ ഇൻവോൾവ് ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി ദേവസ്വത്തിന്റെ വിജിലൻസിനും അവരുടെ പോലീസിനും തെറ്റുപറ്റിയതാണോ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അല്ല മേൽശാന്തിക്ക് എങ്ങനെയാണ്, അല്ല മേൽശാന്തി ഇൻവോൾവ് അല്ലാതെ വരുന്നത് എങ്ങനെയാണ്? കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ അങ്ങനെ പറയരുത്. ജോലി ചെയ്തിരുന്നത് നിലപാട് നിങ്ങൾ അന്വേഷിക്കണം. അല്ല, മേൽശാന്തിയായി ജോലി ചെയ്തിരുന്നത് അവിടെ എത്ര പൂജകൾ ദിവസേന ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്തതല്ലോ. ഉദാഹരണത്തിന് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മേൽക്കാവും കീഴ്ക്കാവും തമ്മിലുള്ള വ്യത്യാസം. അദ്ദേഹത്തിന്റെ ഒരു മറുപടി വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കുന്നതിൽ അർത്ഥമില്ല. അതാണ് ഒന്ന്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. ന്യായീകരിക്കുകയാണല്ലോ ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ മേൽശാന്തിയെ ന്യായീകരിക്കുകയാണല്ലോ. അപ്പോൾ അല്ലല്ലോ,
ആര് ന്യായീകരിച്ചു? അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് അന്വേഷിക്കാനുള്ള അത് ഈ രേഖകൾ സംസാരിക്കുന്നുണ്ടല്ലോ. തളരരുത് രാമൻകുട്ടി, തളരരുത്. രാഹുൽ, താങ്കൾ ഈ രേഖകളിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്നുണ്ടോ? ഇല്ല, രേഖകൾ കണ്ട് വളരെ ക്രെഡിബിൾ ആയിട്ടാണ് തോന്നുന്നത്. ദേവസ്വം ബോർഡിന് പ്രത്യേക ചട്ടങ്ങളുണ്ട്, ആ ചട്ടങ്ങൾ മറികടന്നു എന്നാണ് ലഭ്യമായ വിവരങ്ങൾ കൊണ്ട് തോന്നുന്നത്. വെള്ളം കുടിച്ചവൻ ഉപ്പു തിന്നണമല്ലോ. പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി നീ നിന്റെ കൂട്ടുകാരും കൂടി കളിച്ച വൃത്തികെട്ട പൊറാട്ട് നാടകമല്ലട ഈ കേസ്. ഇതൊരു അയ്യപ്പന്റെ നിയോഗമാണ്. ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന വാർത്ത അയ്യപ്പന്റെ നിയോഗമാണ്. വെരി ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട് ഇനിയും ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഓൾറെഡി അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. കാര്യമായി ശ്രദ്ധിക്കാം. യഥാർത്ഥത്തിൽ ഇവിടെ പറ്റുന്നത് ആദ്യഘട്ടത്തിൽ വിജിലൻസും പോലീസും വേണ്ട രീതിയിൽ അവരുടെ ജോലി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. അപ്പോ കാടടച്ച് വെടിവെക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല, അമ്പലങ്ങളിലെല്ലാം മോശമാണെന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. ദേവസ്വം വിജിലൻസ് കണ്ണടച്ചതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് വന്ന, അതായത് ബാക്ക്ഗ്രൗണ്ട് ചെക്കിലും ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനും ഇത് ചെയ്യാൻ തന്ത്രിമാർക്കോ ബാക്കിയുള്ള എക്സ്പേർട്സോ താന്ത്രിക എക്സ്പേർട്സിനോ ഒന്നും കഴിയില്ല. ഫസ്റ്റ് സ്റ്റേജ് ആരാ ചെയ്യേണ്ടത്? ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ആണ്. ഇവൻ നമ്മൾ നാളെടുത്തോണേട്ടാ, ഇവനെ കൊന്നാലാ എടുത്തു ചാടേണ്ട കാര്യമല്ല, തീർച്ചയായിട്ടും അന്വേഷിക്കണം. കാര്യം അമ്പലവും പള്ളിയും ചർച്ചും മോസ്കോ എന്നൊക്കെ പറയുമ്പോൾ പവിത്രമായ സ്ഥലങ്ങളാണ്. എന്റെ അല്ല, ഹൈന്ദവ ശാസ്ത്രപ്രകാരം, ആഗമ താന്ത്രിക ശാസ്ത്രപ്രകാരം ഏത് അമ്പലത്തിലെ തന്ത്രിയും അവിടുത്തെ പ്രതിഷ്ഠയുടെ പിതാവാണ്. അപ്പൊ ആ തന്ത്രിമാരെ അല്ലെങ്കിൽ പൂജാരിമാരെ അല്ലെങ്കിൽ മുസ്ലിം മൗലവിമാരെ ക്രിസ്ത്യൻ പാതിരിമാരെ എല്ലാം നമ്മൾ ആദരവോടെയാണ് കാണുന്നത്. സ്നേഹം കൊണ്ടാ. ഓ അത് ശരി, നമുക്കിത് വല്ലതും അറിയൂ. അവരെ അപകീർത്തിപ്പെടുത്തുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇവിടെ മേൽശാന്തിയെ അധിക്ഷേപിക്കരുതെന്ന് താങ്കൾ പറയരുത് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. ഞാൻ തന്ത്രിയുടെ കാര്യമാണ് പറഞ്ഞത്. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.